ഹലോ, ഗുഡ് മോർണിംഗ് ടു എവറി വൺ. ഇന്ന് ഇപ്പം ഏകദേശം സമയം സിറി 4:16. 4 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. ഞാനിപ്പോൾ 16 മിനിറ്റ് ലേറ്റാണ്. സാധാരണ ഈ ഒരു സമയത്ത് എനിക്കൊരു വിളി വരേണ്ടതാണ്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അവരും ലേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. യെസ്, നമ്മൾ ഇന്ന് മൂകാംബിക ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഷൂ. കാണുന്നില്ലല്ലേ? ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതൊരു സാരി അല്ല കേട്ടോ. ഇതിങ്ങനെ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സാരിയായിട്ട് തോന്നും, പക്ഷേ സാരിയല്ല, ചുരിദാറാണ്. ഞാൻ ചുരിദാറൊന്നും അങ്ങനെ വേറെ ആളല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സംഭവങ്ങളൊക്കെ തൂക്കി പിടിച്ച് പോകണ്ടേ, എനിക്ക് ഇഷ്ടമേ ഇല്ല ചുരിദാറൊന്നുമില്ല. പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് യോയോ ആയിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഈ മുടി ഞാൻ കെട്ടിയിട്ടില്ല, പിന്നെ മാത്രമല്ല ഞാൻ കൂടുതൽ മേക്കപ്പും ചെയ്തിട്ടില്ല. മേക്കപ്പ് ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ണൊന്നും എഴുതിയിട്ടുണ്ട്, പിന്നെ അതേപോലെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഇവിടുന്ന് നേരെ അമ്പലത്തിൽ ചെല്ലുന്നു, അവിടുന്ന് അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് വരുന്നു, അത്രേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയാം. അവനെ വിളിച്ചു, പക്ഷെ ഞാനേ കാണിച്ചു തരാം. എവിടെ പോയി? സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ഷൂട്ടിന് ഞാൻ സൺസ്ക്രീൻ ഇടാണ്ട് പോയിട്ട് നല്ല ടാൻഡായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതിനൊരു വഴി ഒരുക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ വണ്ടി പാവം അച്ഛനമ്മ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, അതിൽ കൂളിംഗ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പോട്ടെ. അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായി. ഇതാണ് എൻ്റെ മമ്മി. എവിടെ പോയോ? ഇതൊക്കെ ഊരി വെക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പോവാണ്. പിന്നെ എനിക്ക് ബാക്കിൽ വേറെ പണിയൊന്നുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. ഇവർ രണ്ടുപേരും കിടന്നുറങ്ങൂല, വണ്ടി ഓടിക്കും. ഒരാൾ വണ്ടി ഓടിക്കും, ഇവളിങ്ങനെ നോക്കിയിരിക്കും. ഉറങ്ങുന്നുണ്ടോ? ഇതെന്തെന്ന് കൈമ? ഷാളും പിന്നെ അതെന്തെന്ന്? ഇതെന്ത്? ഓ, ആടുന്ന് ഉടുക്കാൻ തലേണം. അപ്പൊ നമ്മൾ പോവുകയാണ്. ഏതൊക്കെ പാട്ട ചെരുപ്പിട്ടാ പോയേ? അവിടെ ഊരി വെക്കുന്നതല്ല, ഇതിന്റെ ഒന്നും എന്ത് കൊടുക്കുന്നുണ്ടല്ലോ? ഓ, ചെരുപ്പ് വെക്കുന്നിടത്തല്ലോ. അത് വേണ്ട. ഇതാണ് നമ്മുടെ കാർ. അടിച്ചിട്ട് മഴ പെയ്യുന്നില്ലല്ലോ. പോയിക്കോ, നീ കയറിക്കോ, ഞാൻ ഗേറ്റ് അടച്ചോളാം. അങ്ങനെ ഏകദേശം ഒരു 4:45 ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി. ആ സമയത്ത് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ കുറച്ചൊക്കെ മോശമാണ്, പക്ഷേ മാംഗ്ലൂർ സൈഡൊക്കെ റോഡൊക്കെ നല്ല റോഡാണ്. അതുകൊണ്ട് ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. മഴയില്ലാത്തത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു. മഴക്കാലം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇന്നലെ ഷൂട്ടിന് പോകുമ്പോൾ സൺസ്ക്രീൻ പോലും ഇട്ടിട്ടുണ്ടായില്ല. എന്ത് വെയിലുണ്ടായത്! അതന്നെ. അപ്പോൾ ഏകദേശം ഒരു 10 മണിയായപ്പോഴത്തേനും നമ്മൾ അവിടെ എത്തിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമുക്ക് 3 പേർക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു പ്യുവർ വെജ് ഹോട്ടലിൽ കയറി. എന്താ ಇಡ್ಲಿ ವಡ ಬನ್ಸು ಪೂರಿ ಶಿರಾ ಉಪ್ಪಿಟ್ಟು ಕಾಲಿ ದೋಸೆ ಪ್ಲೇನ್ ದೋಸೆ ಈ ವರ್ಷ ಮಸಾಲೆ ದೋಸೆ 1 ಮಸಾಲೆ ದೋಸೆ ರವೆ ಮಸಾಲೆ ಸೆಟ್ ದೋಸೆ
എന്തുണ്ട്? പൂരിയാ? പുട്ടാ? പുട്ടും എനിക്ക് പൂരി കൊടുത്തു. ഈ 2 പുട്ട് നീ തിന്നോ? വേസ്റ്റ് ആവും. ചായ വിത്തൗട്ട്. ഞാൻ പൂരി ഓർഡർ ചെയ്തത് നല്ല ഫ്ലോപ്പായി പോയി. കാരണം നല്ല എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണ്ണ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 പേരും കൂടിയിട്ട് ഫുഡ് ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ റോഡൊക്കെ നല്ല മോശമാണ് കേട്ടോ. ഈ കാണുന്ന പോലെ ഭയങ്കര വൃത്തികെട്ട റോഡാണ്, ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. പിന്നെ ഇത് ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നല്ലൊരു സംഗതിയാണ്. നല്ല മഴയാണ് ഗൈസ്. അയ്യോ, ചെരുപ്പ് വെക്കുന്നിടത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ചെരുപ്പ് വെക്കുക. നമ്മൾ ഏകദേശം അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലം. ഇവിടെ നല്ല നല്ല സുന്ദരിമാരായ ഗേൾസിനെ കാണുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ, ഒരു കുട്ടി സാരി കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനത്തെ സാരി അല്ലത് ഞാൻ ഈ വിഷുവിന് എടുത്തത്. ഓർമ്മയില്ല, മഞ്ഞ. മഴയല്ലേ, എങ്ങനെ പോയി എടുക്കും? മൈക്ക് നിയാസിൻ്റെ കണ്ടോ, നല്ല ഭംഗിയുണ്ടാ കുട്ടീനെ കാണാൻ. അടുത്തത് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? എന്താ മേടിക്കണ്ടേ? ദേവിക്ക് ചാക്കാനുള്ള താലം. കുറച്ച് ബാക്കിലേക്ക് അവരുടെ കൊട 2 എടുക്കട്ടെ. എത്ര രൂപ? 100. അപ്പൊ ടോട്ടൽ 200. കൊടുക്ക വേഗം, അത് കൊണ്ടുവിടും ആരെങ്കിലും. അതിലാ ഇതിട്ട് തരുമോ? ഇത് മുറിച്ചിട്ട് തരുമോ? ഇത് അങ്ങനെ അവസാനം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു ചെറിയ ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഉള്ളിലേക്ക് കയറേണ്ടത്. പക്ഷെ പുറത്ത് വലിയൊരു ക്യൂ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിച്ച് വലിയ റഷ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അകത്തേക്ക് കയറിയപ്പം കഥയാകെ മാറി. മൊത്തം ഭയങ്കര റഷായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡേ കൂടെ ആയതുകൊണ്ട് അവർ ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു ഈ ദേവിയെ കാണാൻ വരുന്നത് ഫ്രൈഡേ ആണെന്ന് പറയുണ്ടായി. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മാത്രമേ കയറിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ദേവീനെ കാണണമെന്നുണ്ടെങ്കിൽ പിന്നെയും ക്യൂ നിന്നിട്ട് വേണം നമ്മൾ ദേവീനെ കാണാൻ പോകാൻ കേട്ടോ. ഇത്രയും വലിയ ക്യൂ ആണിത്. അപ്പോൾ ഈ ഒരു ക്യൂ നിന്നിട്ട് വേണം നമ്മൾ ദേവീനെ കാണാൻ പോകാൻ. ഓക്കെ, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം ആണുങ്ങൾ പൊതുവേ ഷർട്ട് ഇടാൻ പാടില്ല. അതെനിക്ക് തോന്നുന്നു എല്ലാ അമ്പലത്തിലും അങ്ങനെയാണ് തോന്നുന്നുണ്ടല്ലേ. ഷർട്ട് ഇടാൻ പാടില്ല. പകരം ഇങ്ങനെ ഒരു ധോത്തി പോലത്തെ സാധനം മുകളിലേക്കൂടെ ഇട്ടിട്ട് വേണം കയറാൻ. ഇത് നെയ്വിളക്ക്. സാധാരണ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കാറില്ല, അതുപോലൊരു വഴിപാട് ആണ്. പിന്നെ അതാ ഒരു ടീം മഴയത്ത് നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്. ഓഹ് ദൈവമേ, നല്ല മഴയാണ്. ആ ചേച്ചി ഓടുന്നൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാണ്. ഇവിടെയൊക്കെ നല്ല മഴ കൊള്ളും. പക്ഷേ ചില സ്ഥലത്ത് ഷീറ്റ് ഉള്ളതിനെ കൊണ്ട് അവിടെ ഒന്നും മഴ കൊള്ളൂല. അങ്ങനെ നമ്മൾ മൂകാംബിക ദേവീനെ തൊഴുതു. പക്ഷേ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല. പുറത്ത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്നുള്ളത്. ഞാൻ പക്ഷേ അത് കണ്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. ഞാനപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുത്തപ്പോൾ അവർ എന്നോട് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു. എനിക്ക് ഫോണ് തിരിച്ചു തന്നു. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ നന്ദി ഉണ്ടല്ലോ, ശിവൻ്റെ നന്ദിയുടെ ചെവിയിൽ നമ്മൾ എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും പറയാന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒത്തിരി പറയാനുണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കരുതല്ലോ. എല്ലാവർക്കും പറയാനുള്ളതല്ലേ, എല്ലാവരുടെയും സങ്കടങ്ങളും കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ കേൾക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ചേ പറഞ്ഞുള്ളൂ. അങ്ങനെ നമ്മൾ നെയ്വിളക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടത്തേക്ക് വരാൻ. ഇവിടുന്ന് വിളക്കെടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
ഇത് അമ്പലത്തിൻ്റെ നേരെ ബാക്ക് വശമാണ്. അപ്പോൾ അവിടുന്ന് ഈ ഏത് ഡയറക്ഷനിലേക്കാണോ നമ്മൾ നോക്കുന്നത് ആ ഡയറക്ഷനിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയ വിളക്കുണ്ട്. അപ്പോൾ ആ ഒരു വിളക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ഏറ്റവും ടോപ്പിലുള്ള ഒരു സംഭവം മാത്രമേ നമുക്ക് ഈ പുറകുവശത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുള്ളൂ. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്ക് നിന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ഇത്രയും എനിക്കറിയുള്ളൂ. ഇതിൻ്റെ ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിനൊക്കെ പെർട്ടിക്കുലർ ഒരു പറയേണ്ടതായിട്ടുള്ളൊരു രീതിയും അതിൻ്റെ വേർഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞു കൊളാക്കുന്നില്ല. പിന്നെ ഇതാണ് സ്വർണ്ണരഥം. ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും, അലോഡാണ്, കുഴപ്പമൊന്നുമില്ല. വലിയൊരു ക്യൂ ആണ്. ഇത് കിട്ടുമ്പോഴത്തേക്കൊരു നേരമാവുമല്ലോ. അപ്പുറത്ത് എന്താക്കിയത് ഇപ്പം ഇത്രയും നേരം ക്യൂ നിന്നു. പാടെ എല്ലാ സാധനങ്ങളും ഈടെ പ്രസാദം കൊടുക്കില്ല. ആടെ അത്രയും നേരം വെറുതെ പോസ്റ്റ്. ഈ കാണുന്നതാണ് സരസ്വതി മണ്ഡപം. ഇവിടെ പൊതുവെ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും പിന്നെ അതേപോലെ ക്ലാസിക്കൽ ഡാൻസേഴ്സിന് അരങ്ങേറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ചെന്നിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെയാണ് ഇവിടെ പൊതുവെ ഉണ്ടാവാറ്. അത്യാവശ്യം നല്ല വെയിൽ വന്നിട്ടുണ്ട്. നേരത്തേക്ക് നല്ല മഴയായിരുന്നു, ഇപ്പം നല്ല വെയിലാണ്. ചെരുപ്പ് എടുക്കണം. എവിടെ നമ്മുടെ ചെരുപ്പ്? ഇവിടെ നമ്മുടെ ചെരുപ്പ് കളവ് പോവും, ഇല്ലെങ്കിൽ കാണാതെ പോവും, അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. കാരണം ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ചെരുപ്പ് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കും. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ തിരിച്ച് മേടിച്ചിട്ട് പോവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ ഈ ഒരു സംഭവം കുറേ ഉണ്ടാവും കേട്ടോ. പശു തന്നെയല്ലേ? പശു, എരുമ, എല്ലാം ഒന്ന് തന്നെയല്ലേ? അങ്ങനെ കുറേ കാള, പോത്ത്. അയ്യോ, ഇതെന്തിനിങ്ങനെ അടിക്കണാവോ? ചേട്ടാ പോവാനായിരിക്കും. വഴിമുടക്കികളോട് പോകാൻ പറയുന്നു. ആ ചേട്ടൻ എന്തോ ഒന്നും എടുത്ത് അതിനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഡേഞ്ചറസ്. ഈ ഒരു സ്ഥലത്ത് ഇതുപോലത്തെ 2-3 ഷോപ്സ് മാത്രമേ ഉള്ളൂ. പണ്ട് ചെറുപ്പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മമ്മയുടെ കൂടെ ഒക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് പറശ്ശിനിക്കടവൊക്കെ പോകുമ്പോൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്സ്. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോഴൊക്കെ മേടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വലുതായപ്പം ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇതെന്താ? ഓ, അങ്ങനെ നിയർ ബൈ ടെമ്പിൾസ് ആയിരിക്കും അല്ലേ അടുത്തടുത്തുള്ള അമ്പലങ്ങൾ? ശരി. ഇവർ മഴ കൊള്ളാതിരിക്കാൻ ഇങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതെന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. നല്ലൊരു സംഭവമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ ഒരു സാധനം കണ്ടിട്ടില്ലല്ലോ ഇതുവരാരും. കൊള്ളാം. അമ്മേ കുത്തുമോ? ഇതാ പറഞ്ഞത്, ഇതുപോലെയുള്ള സംഭവങ്ങൾ ശരിക്കും അയ്യോ കാണുന്നില്ലല്ലേ? ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇവിടെ കുറേ ഉണ്ട്. പക്ഷെ ഇതിനെന്താ പ്രത്യേകിച്ച് പറയാന്നറിയില്ല. പശു അല്ല വേറെന്തോ. മഴ പെയ്തു. നേരത്തെ നല്ല വെയിലുണ്ടായിരുന്നതാ, ഇപ്പൊ നല്ല മഴ പെയ്തു. നമ്മുടെ വണ്ടി ഇവിടെയാണോ പാർക്ക് ചെയ്തേ? എന്തേ? വളക്കണമായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് മൂകാംബിക അമ്പലത്തിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു റോഡ് അധികം റഷൊന്നുമില്ല, പിന്നെ മഴയും ഇല്ലാത്തത് കൊണ്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമായിരുന്നു. ഇത് വേറൊരു അമ്പലമാണ് കേട്ടോ, ശ്രീ വിനായക ടെമ്പിൾ. ആനഗുഡ്ഡെ ശ്രീ വിനായക ടെമ്പിൾ. കന്നഡ ലാംഗ്വേജ് ആയതുകൊണ്ട് എനിക്ക് പട്ടികൾ കുരയ്ക്കുന്നു. കന്നഡ ആയതുകൊണ്ട് എനിക്കിത് കറക്റ്റ് വായിക്കാൻ പറ്റണില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മൂകാംബികയിൽ വന്നപ്പോഴും നമ്മൾ ഈ ഒരു അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. വിനായക ടെമ്പിളാണ് ഗണപതിയുടെ. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ഭയങ്കര രസം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കയറണില്ല. ഓക്കെ, ഇവിടെയൊക്കെ ചെറിയ
ഇങ്ങനെയുണ്ട്. എനിക്ക് ഐസ്ക്രീമൊക്കെ തിന്നാൻ മുട്ടുന്നുണ്ട്. മേടിക്കണോ അതോ മേടിക്കണ്ടയോ? മേടിക്കാമെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം. ഇതൊക്കെ ഫുള്ള് മരം, ഭയങ്കര രസമുണ്ട്. പക്ഷെ വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം പ്രസാദം എന്താ പറയുക, ഇവരുടെ ഒരു കർണാടക സ്റ്റൈൽ ഓഫ് കറീസ് ഒക്കെ ആയിരുന്നു. അതായത് സാമ്പാറൊക്കെ അങ്ങനെ ഭയങ്കര ഇങ്ങനെ വെള്ളം പോലത്തെ ഒരു സാധനം. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ചിലപ്പോൾ നമുക്ക് മലയാളീസിന് ഇഷ്ടപ്പെടില്ല ഇവിടുത്തെ ഫുഡ്. പിന്നെ പ്രസാദം എന്നുള്ള രീതിക്ക് തിന്നാം എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഫുള്ള് മാർബിളാണെന്ന് തോന്നുന്നു. അതെ, ടൈൽസ് ആണോ മാർബിൾ ആണോ? ആവശ്യം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മാർബിൾ ആയിരിക്കണം ഫുള്ള്. എല്ലാം താഴെയും ഈവൻ ആ ഒരു സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാർബിളാണ്. ഫൈനലി ഞാൻ വിചാരിച്ചു ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടോ നോക്കട്ടെ. ആ ഉണ്ട്. ഇവിടെ ആരുമില്ലേ? ചേട്ടാ ഐസ്ക്രീം വേണമായിരുന്നു. സെലക്ട് ചെയ്യട്ടെ. വേണ്ട, ചേട്ടൻ വന്നിട്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ ഏതാ കമ്പനിന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചോക്കോബാർ മതി. എത്രയാ? എവിടെ പേയ്മെന്റ്? കുഴപ്പമൊന്നുമില്ല. എത്രയാ? 158. ആ പിടിക്ക്, പൈസ കൊടുക്കട്ടെ. ഇതാ ഇതിൽ തന്നെ ചെയ്താ പോരെ? ആ ചേട്ടൻ ചിരിക്കണേ. നമ്മളെല്ലാം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ചേട്ടൻ ചുമ്മാ കിടന്ന് ചിരിക്കണം. എന്തേ? അത് കോക്കനട്ട് വാട്ടർ എഴുതിയത് മാത്രമായിരിക്കും കൂടാ, ചിലപ്പോൾ പച്ചവെള്ളമായിരിക്കും. പറ്റിച്ചേ, നിന്നെ പറ്റിച്ചേ. കോക്കനട്ട് വാട്ടർ ടേസ്റ്റിയോ വിത്ത് ലിച്ചി. വളരെ മൂടാണ് വെറുതെ. കിങ് ഐസ്ക്രീം ചോക്കോബാർ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടാ. ചിലപ്പോൾ ഇവിടെ കർണാടകയിൽ മാത്രമുള്ള ഇവരുടെ ലോക്കൽ ബ്രാൻഡ് ആയിരിക്കണം, ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. തുറക്കാൻ പറ്റുന്നില്ലേ? കുറച്ച് ശക്തി ഉപയോഗിക്കൂ കുട്ടി. അതാരത് എൻ്റെ ബാക്കിൽ വന്നിട്ട് ഫോൺ അടിച്ചേക്കണം. സമ്മതിക്കില്ല. എങ്ങനെയുണ്ട്? ശരിക്കും തേങ്ങ വെള്ളം തന്നെയാ. പിന്നെ തേങ്ങ മണക്കുന്ന പൊടി കിട്ടി. അല്ല, ടേസ്റ്റ് ഉണ്ടാ തേങ്ങയുടെ ടേസ്റ്റ്. ഇതിന്റെ ഉള്ളിൽ മാർബിൾ അല്ലേ? ടൈൽസാ മാർബിളാ ഈ അമ്പലത്തിന്റെ ഉള്ളില്? മാർബിൾ കയറുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്, പക്ഷെ മൈൻഡ് മാറ്റി. ഞാൻ കയറുന്നില്ല എന്തായാലും. ഇവിടെ നിന്ന് എന്തോ മേടിച്ചിട്ട് അത് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് 200, ഇത് 150. ഏത് 200? ഇതാണ് വിശേഷപ്പെട്ട സാധനം എന്ന് പറയണം. എന്താ പറഞ്ഞേ? അർച്ചന ചെയ്യാനാ? ഇത് റിട്ടേൺ മേടിക്കണം കൂട്ടാ. ഞാൻ വരുന്നില്ല. ബെസ്റ്റ്. ടിഷ്യൂ ഉണ്ടാ? തരുവാ? ഇതെന്ത്, എന്തെങ്കിലും പ്രത്യേകം സംഭവം വല്ലതാണോ? മണക്കുന്നു. ചെറിയൊരു മണം ഉണ്ട്, എന്തോ ഒരു സംഭവം. രസമുണ്ട് പക്ഷെ കാണാതാ. ഇരിക്കട്ടെ. ഓളെടുത്തു. ഈ സാധനമൊക്കെ നമുക്ക് ഇങ്ങോട്ട് തരുമോ? അപ്പൊ തിരിച്ചു തരുമല്ലേ? അപ്പൊ പിന്നെ ഇത് അപ്പൊ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞത്? മറ്റേ നമുക്ക് തിരിച്ചു. ഓ അങ്ങനെ. അപ്പൊ ഇവിടുന്ന് പോവല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്.
അപ്പോൾ നമ്മൾ ഉടുപ്പിയിലുള്ള വുഡ്ലാൻഡ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ എന്താ ഫിഷാണോ മെയിൻ? പിന്നെന്താ ഇവിടെ നിർത്തിയത്? വുഡ്ലാൻഡ് ആരാ പറഞ്ഞേ? ഫിഷ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കില്ല, അത് പട്ടിണി കിടന്നാലും കഴിക്കില്ല എന്നൊക്കെ. ഇവിടെ ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടെന്നാണ്. ചിലപ്പോൾ പ്യുവർ വെജ് ഒക്കെ ആയിരിക്കും, നോക്കാം. ഇപ്പുറത്തായിരിക്കും, കണ്ടുപിടിക്കാം. ക്ലോസ് ആണോ ഹോട്ടല്? അയ്യോ അതിലേക്കൂടാ, അതാണില്ലേ. ജസ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതാണ് ഹോട്ടല്, പക്ഷെ എൻട്രൻസ് ഇതാണ്. ഇതെന്താണെന്നറിയോ, ബസ് സ്റ്റാൻഡൊക്കെ പോലെ ഈ ആൾക്കാർ, സോറി ബസ് സ്റ്റോപ്പൊക്കെ പോലെ ഈ ആൾക്കാർ ഇങ്ങനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാനാ? വുഡ്ലാൻഡ് റെസ്റ്റോറൻറ്റ് മൾട്ടി കുസിൻ. വെജോ? വെജ് വെജ് എഴുതിയിട്ടുണ്ടല്ലോ, ചോദിച്ചോക്ക്. ആ ഫോട്ടോ ഉണ്ടായിരുന്നത് വെജാണോ ചോദിച്ചോക്കെ. ബെസ്റ്റ് പോവാല. ഫ്ലോപ്പായി. അമ്മ ചോദിച്ചിട്ട് പോന്നോ. പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ, മാപ്പ് ഇടാൻ നോക്കിയപ്പോ വെജ് അല്ലായിരുന്നേ, അതിൽ നോൺ വെജിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ചീര പച്ചക്കറികളൊക്കെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ തപ്പി കണ്ടുപിടിച്ചിട്ട് നോൺ വെജ് റെസ്റ്റോറൻറ്റ്. ഒന്നാമത് ഈ മംഗലാപുരത്ത് ഈ ഉടുപ്പിയിലൊന്നും അറിയില്ല, അതാണ് പ്രശ്നം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും അറിയില്ല. ഫൈനലി ഹോട്ടൽ തിമ്മപ്പ. തിമ്മപ്പ നല്ല പേര്. ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അങ്ങനെ കിട്ടി. പോവാണ്, അറിയില്ല ഫുഡൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നോക്കാം, പറയാം. ഇലയ്ക്ക് ഇങ്ങനെ ഓൾറെഡി ടേബിളിൽ വെക്കുന്നു തോന്നുന്നുണ്ട്. എവിടെ ഇരിക്കണേ? ഇരുന്നൂടെ? ഫുൾ കൺഫ്യൂഷൻ. ഇതെന്താണ് മീൻ എന്നുള്ളത് അറിയില്ല. ഇവരെന്തൊക്കെയോ കന്നഡയിൽ പറയുന്നുണ്ട്. പിന്നെ കാണുമ്പോ ഒരു മെന ഉള്ള സാധനം നോക്കിയിട്ട് മേടിച്ചാണ്. ആ തിന്നുമ്പോ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ചാള മതി 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 മതി. ഫിഷ് കറി. എനിക്ക് ഫിഷ് കറി വേണ്ട. സാമ്പാറില്ലേ? ഇല്ലേ? ആ മതി മതി. ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച മീന്. നങ്ക്. പിന്നെ ഇതിന്റെ പേരറിയില്ല. ഇത് ചാള എന്ന് അവിടെ പറയും, നമ്മൾ മത്തി എന്ന് പറയും. എനിക്ക് മീൻകറി വേണ്ട, അതുകൊണ്ട് ഞാൻ ദാൽ പറഞ്ഞു. ഇവിടെ സാമ്പാർ കിട്ടൂല, സോ ദാൽ കറി മാത്രമേ കിട്ടുള്ളൂ. മതി മതി മതി. അപ്പോൾ ഫുള്ള് കറി മാത്രമല്ലേ ഉള്ളൂ എൻ്റെ. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് കാണാം. കേട്ടോ, ഞാൻ കുറച്ചേ മേടിച്ചുള്ളൂ, പക്ഷെ ഞാനത് ഫുള്ള് കഴിച്ചു. അവിടുത്തെ ദാൽ കറി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം മേടിച്ച ആ ഒരു ഫിഷ് എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. വരുന്ന വഴിക്ക് ഞങ്ങൾ മംഗലാപുരത്തുള്ള ഒരു ഡി മാൾ എന്നാണ് അതിൻ്റെ പേര് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പക്ഷേ അത് വായിച്ചില്ല. എൻ്റെ ഒരു പ്രശ്നം അതാണ്, ഞാൻ ഈ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് അത് ആ ഒരു ഷോപ്പിൻ്റെയോ ബിൽഡിങ്ങിൻ്റെയോ പേര് ഞാൻ വായിക്കില്ല, സ്ഥലത്തിൻ്റെ പേര് ഞാൻ അറിയില്ല. ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു മാളിലേക്ക് കയറി. അവിടെ അത്യാവശ്യം ട്രോളി ബാഗ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ക്ലോത്ത്സ് ആൻഡ് ബാഗ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മയ്ക്കും അച്ഛനും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കയറിയത്, അല്ലാതെ എനിക്ക് പർച്ചേസ് ചെയ്യാനല്ല. ഷൂസിനും ചപ്പൽസിനും ഒക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ചെറിയ പൈസ ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്കതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എങ്ങോട്ട് പോകുന്നതെന്ന് ദൈവത്തിനറിയാം. ഇതൊക്കെ എന്ത് സ്ഥലം? ഒരു ചെരുപ്പ് മേടിക്കാൻ പോകുന്നതാണേ. ബാറ്റയുടെ ഷോറൂമിൽ 50% ഓഫ് കണ്ടിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ല. നല്ല തിരക്കാണ്, നല്ല ബ്ലോക്കുമാണ്. പിന്നെ അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ വണ്ടി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്.
മാംഗ്ലൂർ റോഡിന്റെ തെരുവ് വീതികളിലൂടെ. അയ്യോ, ഇങ്ങോട്ടെന്നാ ഇങ്ങോട്ടെന്നാ ഇങ്ങോട്ടെന്നാ. എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കണം. അവിടെ എത്തിയിട്ട് കാണിക്കാം ബാക്കി. അങ്ങനെ നമ്മൾ ബാറ്റ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഈ പുറത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നതൊക്കെ ഈ ഓഫറിലുള്ള കിഡ്സിൻ്റെയും ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ ചെരുപ്പുകളാണ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. എൻ്റെ പാരൻസ് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുന്ന 2 മനുഷ്യന്മാരാണ്. അപ്പോൾ ഒത്തിരി പൈസയുള്ള സാധനങ്ങളൊന്നും അവർ മേടിക്കാറുമില്ല, യൂസ് ചെയ്യാറുമില്ല. ഞാനൊന്നും എടുത്തിട്ടില്ല. കൊള്ളാം, നൈസായിട്ടുണ്ട്. അപ്പോൾ വാ ബില്ലാക്കാം. അങ്ങോട്ട് ഇവിടെ ഓഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. 90% വരെ ഓഫറുള്ള സാധനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് വന്നു, ഞാൻ നോക്കിയിട്ടില്ല, പോകുമ്പോൾ പറഞ്ഞുതരാം. അതെന്തെന്ന് ആവുന്നില്ല, മൈൻഡ് ചെയ്യണ്ട. അല്ലപ്പ ബെൻസ്, അത് സ്വിഫ്റ്റ്, അത് BMW. മാവ് ഇത് വേണ്ട, ഇത് ബൺസ് എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, നിങ്ങളുടെ ഈ സാധനം ചിലപ്പോൾ അവരൊക്കെ നാട്ടിലുണ്ടാവില്ല. ഇത് ബാംഗ്ലൂർ സൈഡിലുള്ളവരുടെ സാധനമല്ലേ അല്ലേ? ബാംഗ്ലൂരിൽ ഈ സാധനം കാണുള്ളൂ. ശരിക്കും ഈ സാധനം എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ തിന്നണത്. അതേ ടേസ്റ്റ് നൊസ്റ്റടിക്കുന്നുണ്ട്, ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫോറം മാൾ, ബാംഗ്ലൂർ ഫോറം മാളിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ സുഡിയോയിലേക്കാണ് പോണത്. നമ്മൾ ആദ്യം കയറിയ ഡി മാളില്ലേ, അവിടുന്ന് ട്രോളി നോക്കിയിട്ട് അവിടുന്ന് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം സുഡിയോയിലേക്ക് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഇവർ ട്രോളീസ് ഓഫറിന് ഇട്ടേക്കണ കണ്ടു. അപ്പം അങ്ങനെ അവിടെ കയറി. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഓഫർ പ്രൈസിന് നമ്മൾ ട്രോളി എടുത്തു കേട്ടോ. ഫൈനലി ഇതാണ് നമ്മൾ മേടിച്ച ബാഗ്. ഇതൊരു ബാഗല്ല, 3 ബാഗാണ്. ട്രോളി ബാഗ്, 3 ട്രോളി ബാഗ്. ഈ 3 ട്രോളി ബാഗ് സെയിം കളറിലുള്ള സൈസ് മാത്രമാണ് വ്യത്യാസമുള്ളത്. ഏകദേശം 6250 ആ ഒരു റേഞ്ചിനാണ് കിട്ടിയത്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ലുലു പോയി കഴിഞ്ഞാൽ അവിടെയും സാധാരണ കാണാറുണ്ട്. അങ്ങനെ ട്രോളി എടുത്ത് നടക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് പിന്നെ വണ്ടിയിൽ വെച്ചിട്ട് വന്നു. നമ്മൾ സുഡിയോയിലെത്തി. സുഡിയോന്ന് കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് വീട്ടിലിടുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വന്നാണ് കേട്ടോ. അല്ലാതെ ഇതുപോലെ എത്നിക് വെയേഴ്സ് അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇടാനും അല്ലെങ്കിൽ റഫ്യൂസിന് ഇടാനും ഒക്കെ പറ്റിയ കുറേ ചെരുപ്പുകൾ ഇവിടെ വളരെ ചെറിയ പ്രൈസിന് കിട്ടും. അങ്ങനെ ഈ ഒരു പാൻറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ഷർട്ട്സ് കളക്ഷൻസ് ഒക്കെ നോക്കിയപ്പോഴത്തേനും അങ്ങനെ ഭയങ്കര കളക്ഷൻസ് ഒന്നുമില്ല. ഫോറം മാളിൽ സുഡിയോയിൽ അത്രയും ഭീകരമായിട്ടുള്ള കളക്ഷൻസ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ബാംഗ്ലൂർ ആ ഒരു സൈഡിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ വ്ളോഗ്സ് കണ്ടിട്ടുള്ളത്, ഈ ചെറിയ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഒത്തിരി കളക്ഷൻസ് അവിടെയാണ് ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും എനിക്ക് അത്രയും കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല കേട്ടോ കേരളത്തിലുള്ള സുഡിയോസിൽ. പിന്നെ സുഡിയോന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒത്തിരി പൈസ ഒന്നും ആവില്ലല്ലോ, കാരണം ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ചെറിയ പൈസയാണ്. അതുകൊണ്ട് ഒത്തിരി സാധനങ്ങൾ മേടിക്കാം, പക്ഷേ ബില്ലാവുമ്പോൾ ചെറിയ പൈസ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ഇപ്പുറത്തുള്ളൊരു കണ്ടോ, ഞാൻ ഷോപ്പിൻ്റെ പേര് മറന്നുപോയതല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവിടെ കുറേ ഓഫർ പ്രൈസിന് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നശിച്ചു, വയ്യാണ്ടായി, വയ്യ കഴിയുന്നില്ല, ഇപ്പോൾ വീഴും, ക്ഷീണം. അവിടെ ഈസി ബൈൻ്റെ സാധനങ്ങൾക്കൊക്കെയാണ് കേട്ടോ നല്ല ഓഫർ ഉള്ളത്. കുറേ നേരമായിട്ട് ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം നടന്ന് തളർന്ന് ക്ഷീണിച്ചപ്പം നമ്മൾ കെയിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കെയിൻ ജ്യൂസ് ഓർഡർ ചെയ്തു. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡിൽ ഇതേപോലെ കെയിൻ ജ്യൂസസ് ഉണ്ടാവും, പക്ഷെ അത് ഞാൻ നോർമലി അവിടെ പോയി കഴിക്കാറില്ല. പിന്നെ ഇത് കുറച്ച് വൃത്തിയുണ്ട് എന്ന് തോന്നിയതിനെ കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ല, അവിടെ വൃത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന വഴിക്ക് കളനാട് തവ ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്.
കഴിഞ്ഞ എൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിയാസും ആച്ചിയും ആഷിക്കും ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. എനിക്ക് ഡ്രസ് ചേഞ്ചും മേക്കപ്പ് ചേഞ്ചും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ കയറി ഭക്ഷണം കഴിച്ചിട്ട് നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. അവരിവിടുത്തെ പെരി പെരി അൽഫാമും നോർമൽ അൽഫാമുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് 3 പേരും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല മസാലയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒത്തിരി കൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിയാസ് പറഞ്ഞ പോലെ തന്നെ നല്ല ഫുഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൊക്കേഷൻ തവ ഫാമിലി റെസ്റ്റോറൻറ്റ്, ഇത് കളനാടാണ്. ഭയങ്കര ഫുഡ്, ഭയങ്കര ഉണ്ട്, നല്ല ഫുഡ്, സൂപ്പർ ഫുഡ്. ഇവിടുത്തെ പെരി പെരി അൽഫാം എല്ലാം വേറെ ലെവല്. അപ്പം അത്രേ ഉള്ളൂ, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ്, ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അയ്യോ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. രാവിലെ പോയതാണ് വീട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ പോവാ, വീട്ടിൽ കയറാം, കുളിക്കാൻ കിടന്നു തുടങ്ങാം, വേറെ ഒരു പണിയില്ല. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ ഗൈസ്, ലവ് യു.